ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ട പോലെ തന്നെ മയിലുകൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടുത്തെ മലേഷ്യയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമാണ്. അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു സ്ഥലമാണ് ഇത്. ഔഷധ സസ്യങ്ങളും പിന്നെ ഈ ഗാർഡനിൽ കുറേ സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പല ഇതുകളുണ്ട്. സസ്യജാലങ്ങളും അതും വൃക്ഷങ്ങളും ഓർക്കിഡുകളും പനമരങ്ങളും അങ്ങനെയായിട്ട് കുറേ ഇതുകളുള്ള സ്ഥലമാണിത്. സസ്യജാലങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. പ്രകൃതിയെ സംരക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നല്ല പക്ഷികളുടെ ശബ്ദങ്ങളും ഇതൊക്കെ നല്ല ഒരു ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നവർക്ക് അതിനും നല്ലതാണ്. അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഇതുകളാണ്. പിന്നെ സസ്യങ്ങൾക്കൊക്കെ മറ്റേ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ശാസ്ത്രീയ നാമങ്ങളും പ്രാദേശിക നാമങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എല്ലാ മരങ്ങളുടെയും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഔഷധ സസ്യങ്ങളും എല്ലാ ഇതുകളും. ആ സൈഡ് കഴിഞ്ഞു. ആ സൈഡ് പോയില്ല, ഈ സൈഡ് പോയി. പക്ഷെ നിങ്ങൾ സെക്കൻഡ് വിട്ടു, നിങ്ങൾ 3-4 കയറിയില്ല. പിന്നെ ഞങ്ങളിങ്ങനെ ഇത് ഫ്രണ്ട്സുകൾ കൂടി ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് വന്നായിരുന്നില്ലേ, നമുക്കൊന്നും അറിയേണ്ടി വന്നില്ല കേട്ടോ. പിന്നെ കുറേ ഫ്രണ്ട്സുകൾ കിട്ടി. എല്ലാം നല്ല ഇതായിരുന്നു. ഇതിങ്ങനെ ഓസ്ട്രിച്ചാണ് വേണ്ടത്, ഒട്ടകപ്പക്ഷി അങ്ങനെ എല്ലാം ഇതുണ്ട്. പിന്നെ ഇങ്ങോട്ട് കടക്കണതിൻ്റെ അവിടെ തന്നെ ഇവർ ചെറിയ ഷോപ്പ് പോലെയുണ്ട്. സുവനീർ പിന്നെ കീ ചെയിൻ അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസുകൾ മേടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഷോപ്പുണ്ട്. പിന്നെ അവിടെ നിന്ന് പുറത്ത് കടന്നു കഴിയുമ്പോൾ ചെറുതായിട്ട് നമുക്ക് ചായ സ്നാക്സ് അങ്ങനെ കഴിക്കണതൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു കടയുണ്ട്, ചെറിയ ഹോട്ടൽ. മോണോ റെയിലിൽ കയറാം. അത്രയും